വെറും 10 മിനിറ്റിൽ സൺസ്ക്രീൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി എത്ര പുറത്തു പോയാലും നിങ്ങളുടെ സ്കിന്നിനെ ടാൻ ഏക്കാതെ നല്ല രീതിയിൽ നിർത്താം. എന്താണ് സംഭവം എന്ന് പറയാം, വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് സൂര്യരശ്മികൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ സ്കിൻ നശിച്ചു പോകുന്നതാണ്. സൂര്യരശ്മികളിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? സൺസ്ക്രീമുകളാണ് ഉപയോഗിക്കുന്നത്. വിപണിയിൽ പലതരം സൺസ്ക്രീമുകൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പ്രകൃതിദത്തമായ രീതിയിലുള്ള ഒരു സൺസ്ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു സൺസ്ക്രീൻ തയ്യാറാക്കാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ട്, അതായത് സൂര്യപ്രകാശം നേരിട്ട് പതിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആകുന്നതാണ്. സ്കിന്നിലേക്ക് പതിക്കാതെ സ്കിന്നിനെ ഒരു വലയം തീർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ. ഇന്ന് പല ഇതായിട്ടുള്ള SPF പല ഇതുള്ളതുണ്ട്. പക്ഷേ നമ്മുടെ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള സൺസ്ക്രീമാണ്. സ്കിന്നിന് മറ്റുള്ള ഒരു രീതിയിലും സൂര്യപ്രകാശം ഡയറക്റ്റ് പതിച്ച് സ്കിന്നിന് ടാൻ ഏക്കാതെ, അതായത് കരിവാളിക്കാതെ സ്കിന്നിനെ ഒരു വലയം തീർത്ത് വെക്കുന്ന ഒരു കിടിലൻ ഒരു സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിൽ ഇട്ടാൽ മതി, സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പം നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് ഫേസ്, കൈകളിലും ഒക്കെയാണ് ഇടേണ്ടത്. മുഖം കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം സൺസ്ക്രീൻ ഇടുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ക്രീം ഇടാവുന്നതാണ്. കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. പ്രകൃതിദത്തമായ രീതിയിലുള്ള സൺസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇപ്പം ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടോളൂ. നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുന്ന സൺസ്ക്രീമാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നെങ്കിൽ അത് ചെയ്യാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് എപ്പോഴും സേഫ് എന്ന് പറയുന്നത് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ പ്രകൃതിദത്തമായ സൺസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചസും കാണിക്കാം. അതിലേക്ക് പോകാം. നമുക്ക് സൺസ്ക്രീൻ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണോളം അലവേറ ജെല്ലാണ് ചേർത്തേക്കുന്നത്. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന അലവേറ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ നിങ്ങൾക്ക് അലവേറയുടെ ജെല്ലിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അലവേറ ജെല്ല് എടുക്കാവുന്നതാണ്. ആൻറ്റി ഓക്സിഡുകളും പിന്നെ ധാതുക്കളും ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ ചർമ്മത്തിലേക്ക് സൂര്യാഘാതമേക്കാതെ ചർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ അലവേറ ജെല്ലിന് സാധിക്കുന്നതാണ്. നമ്മുടെ സൗന്ദര്യവർദ്ധന വസ്തുക്കളിലും കൂടുതലും അലവേറ ജെല്ല് ചേർന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് നമുക്ക് അലവേറ ജെല്ല് വേണ്ടത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. 2 വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ചേർക്കേണ്ടത്. നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിനും സാധിക്കുന്നതാണ്. 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളമാണ് റോസ് വാട്ടർ ചേർക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കേണ്ടതാണ്. അപ്പോഴത്തേക്ക് ഒരു ജെല്ലി രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും നമ്മുടെ ഗ്ലിസറിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂണോളമാണ് ഗ്ലിസറിൻ നമ്മൾ ചേർക്കേണ്ടത്. ഗ്ലിസറിൻ പല നമ്മുടെ സ്കിൻ വൈറ്റനിങ് പ്രോഡക്റ്റുകളിനകത്തൊക്കെ ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഗ്ലിസറിൻ അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ക്ലേ പൗഡറാണ് നമുക്ക് വേണ്ടത്. 1/2 ടേബിൾ സ്പൂണോളമാണ് ക്ലേ പൗഡർ നമുക്ക് വേണ്ടത്. 1/2 ടേബിൾ സ്പൂണോളം ക്ലേ പൗഡർ ചേർത്തിട്ടുണ്ട്. ക്ലേ പൗഡറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ഇപ്പം സൂര്യൻ്റെ ആ ഒരു പ്രകാശം നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കാതെ ഒരു മാസ്ക് രീതിയിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ ക്ലേ പൗഡറിൽ നിന്ന് സാധിക്കും. അങ്ങനെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ കളറിലായിട്ട് മാറിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ലെമൺ എസൻഷ്യൽ ഓയിലാണ് വേണ്ടത്. അതൊരു 3-4 തുള്ളി നമുക്ക് ചേർക്കാം. ലെമൺ എസൻഷ്യൽ ഓയിൽ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു 3-4 തുള്ളി ലെമൺ എസൻഷ്യൽ ഓയിൽ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം. പുറത്ത് വെക്കലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക.
നിങ്ങളിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മിനിറ്റ് വെളിയിൽ വെച്ചിട്ട് ഫേസിലിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഈ ഒരു സൺസ്ക്രീൻ ഫേസിലിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് നല്ലപോലെ കഴുകി ഡ്രൈ ആക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ സൺസ്ക്രീമൊക്കെ തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് കയ്യിലും കാലയിലും ഫേസിലുമൊക്കെ ഇടാവുന്നതാണ്. അടിപൊളിയാണ്. ഞാൻ പുറത്തുനിന്ന് സൺസ്ക്രീം ഒന്നും മേടിക്കാറില്ല. ഈ ഒരു സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എത്ര വെയിലത്ത് പോയാലും എൻ്റെ സ്കിന്നിലേക്ക് ടാൻ ഏൽക്കാറില്ല. അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3 മിനിറ്റിന് ശേഷമുള്ള മാറ്റവും കൂടി കാണിക്കാം. എന്തായാലും 3 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ക്ലിയർ കണ്ടോ. ഞാൻ വെയിൽ കൊള്ളിപ്പിച്ചും ചെയ്ത് കഴിക്കാത്ത ഞാൻ പുറത്തൊക്കെ പോകണം. ഇവിടെ നല്ല വെയിലാണ്. ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് 38 ഡിഗ്രിയോളമാണ് ഇപ്പോഴത്തെ ചൂട്. ആ ഒരു ചൂടത്തും എനിക്ക് ഈ ഒരു സൺസ്ക്രീം നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഉറപ്പായും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. 100% നിങ്ങളുടെ സ്കിന്നിന് റിസൾട്ട് കിട്ടും. സൂര്യപ്രകാശ രശ്മികളിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു സൺസ്ക്രീം തയ്യാറാക്കിയത് കണ്ടോ. ഈ ഒരു സൺസ്ക്രീം ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്ക്. ഇനി എത്ര വെയിലത്ത് പോയാലും നിങ്ങളുടെ സ്കിന്നിനകത്ത് കരിവാളിക്ക് അതായത് ടാൻ ഏക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഈ ഒരു സൺസ്ക്രീമിൽ നിന്ന് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.